നമ്മൾ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഇത് റോബോട്ടിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നത്, പക്ഷേ ഇത് നമ്മൾ പറയുന്നതെല്ലാം വേറൊരു മനുഷ്യനെ തന്നെ ആക്സസ് ചെയ്യാന്ന് പറയുമ്പോൾ പെൻറ്റഗൺ ChatGPTയും പെൻറ്റഗണുമായിട്ടുള്ള ഒരു ഡീൽ എഗ്രിമെന്റ് അവർ സൈൻ ചെയ്തായിരുന്നു. ബട്ട് ദെൻ ഓൾമോസ്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേനും കുറേ ബാക്ക്ലാഷ് നമ്മുടെ ഓപ്പൺ എഐക്ക് വന്നു. ChatGPT മാത്രമല്ലല്ലോ, ഈവൻ വാട്സാപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാത്തിൽ നിന്നും നമ്മുടെ ഡേറ്റ ലീക്ക് ആവുന്നില്ലേ. ഫുള്ളി ഓട്ടോണമസ് വെപ്പൺസ് ഉണ്ടാക്കാൻ ഒരേ റെഡി അല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ChatGPTയുടെ പുറകിൽ വിചാരിക്കാതെ അത്രയും ഒത്തിരി ദുരൂഹതകൾ ബാക്കിൽ ഇങ്ങനെ നമ്മളെ കുറിച്ച് അറിഞ്ഞിട്ട് അതനുസരിച്ച് കമ്പനികൾക്ക് വിറ്റിട്ട് അതനുസരിച്ചുള്ള ആടുകൾ നമ്മൾ കാണിച്ച് നമ്മളെ സാധനം മാനിപ്പിക്കില്ലേ, നമുക്ക് ചെയ്യാനുള്ള സംഭവം ചെയ്യും. കൺവീനിയൻസ് ഉണ്ട്, ബട്ട് പ്രൈവസി ഉണ്ട്. ഓക്കെ ഗൈസ്, സോ നമ്മൾ ഒഫീഷ്യലി ലൈവാണ്. എപ്പിസോഡ് നമ്പർ 11 ഞങ്ങളുടെ ലൈവ് പോകുന്ന എപ്പിസോഡ് നമ്പർ 2. ChatGPTയും പെൻറ്റഗണുമായിട്ടുള്ളൊരു ഡീൽ. റീസെൻ്റ്ലി അവർ കുറേ യൂസേഴ്സിൻ്റെ പ്രൈവസി ഡേറ്റ അവർക്ക് ഗവൺമെൻറ് ഷെയർ ചെയ്യാനായിട്ട് ഒരു എഗ്രിമെൻറ്റ് അവർ സൈൻ ചെയ്തായിരുന്നു. ബട്ട് ദെൻ ഓൾമോസ്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേനും കുറേ ബാക്ക്ലാഷ് ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ഓപ്പൺ എഐക്ക് വന്നു. നിങ്ങൾ ചെയ്യുന്നതോട് ശരിയായില്ല, നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ തുടക്കം പോലെ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾ യൂസേഴ്സിൻ്റെ അങ്ങനെ ഡേറ്റ അങ്ങനെ ഗവൺമെൻറ്റായിട്ട് ഷെയർ ചെയ്യുന്നത്, അങ്ങനെ കുറേ ബാക്ക്ലാഷ് വന്നു. എനിക്കൊന്ന് അവർ കുറേ സംഭവം ബാക്കിലേക്ക് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ സോറി ഞങ്ങൾ ഇച്ചിരി സംഭവം ഇത് കുറച്ച് ക്ലോസ് അവർ ആഡ് ചെയ്തു. അങ്ങനെ കുറേ കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളുടെ തോട്ട്സും ഒപ്പീനിയനാണ് വരുന്നത്. അപ്പോൾ ഷൈനോടെ ടോപ്പിക്കാണിത്. സോ ഷൈനോക്ക് ഇതിൽ കുറച്ച് എസ്പെഷ്യലി എടുത്ത് പറയാനുണ്ട്. സോ ഷൈനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താണ് ബേസിക്കലി ഡീൽ, എന്താ സംഭവം, എന്തായിരുന്നു? ഇതൊരു 2 ആഴ്ച എന്നുണ്ടായി ആക്ച്വലി ഈ ഡീല് വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം വേറൊരു കമ്പനിക്കായിരുന്നു, ആന്ത്രോപ്പിക് എന്ന് പറയുന്നൊരു കമ്പനിക്കാണ് ഇതിൻ്റെ ഇത് പോയത്. പക്ഷെ അവരിത് സമ്മതിച്ചില്ല, കാരണം അവർക്കറിയായിരുന്നു ഇത് പ്രൈവസിയുടെ ഭയങ്കര ഇഷ്യൂ ഒക്കെ വരും. അത് കാരണം ലൈക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് സർവൈലൻസ്, ഡൊമസ്റ്റിക് മാസ് സർവൈലൻസ്. അപ്പം ഓരോ യൂസേഴ്സിൻ്റെയും അവരെന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻസ്, അവരുടെ ലൊക്കേഷൻസ്, എല്ലാത്തിൻ്റെയും ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് അത് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗവൺമെൻറ്റിന് ഇപ്പോൾ അവർക്കെതിരെയോ അതിപ്പോൾ നമ്മളറിയേണ്ട ആവശ്യമില്ല, ബട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൈവസി സേഫ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഞാനൊരു കാര്യം ചോദിച്ചു, ഇതിപ്പോൾ ChatGPT മാത്രമല്ലല്ലോ, ഈവൻ വാട്സാപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാത്തിൽ നിന്നും നമ്മുടെ ഡേറ്റ ലീക്ക് ആവുന്നില്ലേ. പക്ഷേ ഇവരുപയോഗിക്കുന്നത് AI ഉപയോഗിച്ചിട്ട് അതിനെ സമ്മറൈസ് ചെയ്യും. ഇപ്പോഴത്തെ വെച്ചാൽ വാട്സാപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ എല്ലാം കിട്ടും. പക്ഷെ അതൊക്കെ ഇരുന്ന് നോക്കാൻ ആൾക്കാർ വേണ്ടേ, ഇരുന്ന് ചെക്ക് ചെയ്യാനും എന്തൊക്കെ മെസ്സേജ് അയക്കുന്നത്, അതിനൊന്നുള്ള സെറ്റപ്പ് ഇല്ലല്ലോ. അതിനിപ്പോൾ മനുഷ്യർ വേണം. ഇപ്പോൾ AI ഉപയോഗിച്ച് AI ഒറ്റയിരിപ്പിൽ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു, വാട്സാപ്പും ഇതെല്ലാം ഇപ്പോൾ AI ഇൻറ്റഗ്രേറ്റഡ് ആണല്ലോ. പക്ഷേ AI ഗവൺമെൻറ്റുമായിട്ട് ഇതൊന്നും ഇല്ലല്ലോ. നമ്മളെന്തൊക്കെ ചെയ്യുന്നത്, നമ്മുടെ ലൊക്കേഷൻ എന്താ, നമ്മുടെ പൊളിറ്റിക്കൽ ഇതെന്താണെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴത്തെ ഈ AI ആയിട്ടുള്ള ഡീൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താ ഇതിന്നൊക്കെ. പക്ഷെ അപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു AI സോഴ്സ് നീ ഏത് റെക്കമെൻഡ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഏതാ ഉള്ളത്? എനിക്ക് തോന്നുന്നില്ല ഒന്നും തന്നെ ഉണ്ടെന്ന്. ഇപ്പോൾ കറൻ്റ്ലി ലൈക്ക് ആന്ത്രോപ്പിക് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓപ്പൺ AI പോലെ ഉള്ളതാണ് ആന്ത്രോപ്പിക്. ആന്ത്രോപ്പിക് US ബേസ്ഡ് അല്ലേ? അതെ, പക്ഷേ ആന്ത്രോപ്പിക്കിനാണ് ആദ്യം ഡീൽ പോയത്. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞത് ഇത് അവരുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഒന്ന് മാസ് സർവൈലൻസ് ആയിരുന്നു, അത് പറ്റില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോണമസ് വെപ്പൺസ്, AI ഉപയോഗിച്ച് ലൈക്ക് വെപ്പൺസ്. ഇപ്പോഴത്തെ പറഞ്ഞാൽ മനുഷ്യർ വേണം. അപ്പോൾ ഒരാളെ ടേക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഒരു ഇൻ്റർവെൻഷൻ അവിടെ വേണം. ഇപ്പോൾ ഇത് AI കൊടുത്തു കഴിഞ്ഞാൽ AI തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു ഇത് വരുന്നില്ല. അപ്പോൾ AI നമുക്ക് എത്ര ഭാഗത്ത് വിശ്വസിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർ പറയുന്നത് അവരുടെ AI അതിനുള്ള ഇതിലെത്തിയിട്ടില്ല. അത് അവർക്ക് അറിയാതുകൊണ്ട് അവർ പറഞ്ഞാൽ അവരുടെ ഡീൽ സൈൻ ചെയ്യില്ലെന്ന്. പക്ഷേ ഓപ്പൺ AI ഉടനെ ഇത് കേട്ടപ്പം ചാടി ഡീൽ ചെയ്തു. അതുകൊണ്ട് ഓപ്പൺ AIയുടെ എന്തോ അൺഇൻസ്റ്റാൾ റേറ്റ് എന്ന് പറഞ്ഞാൽ 295% പോയത് അൺഇൻസ്റ്റാൾ റേറ്റ്. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ എന്തോ ആന്ത്രോപ്പിക് ആണ് ഇപ്പോൾ US നമ്പർ 1. എടാ ഞാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അടുത്തൊരു ഐഡിയ എന്ന് പറയുന്നത് അത് തന്നെയല്ലേ, ഈ വെപ്പൺസ് എല്ലാം AI ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സെറ്റപ്പ് ഫ്യൂച്ചറിസ്റ്റിക്. ഇപ്പം പക്ഷേ ഒരു AI അതിനുള്ള റെഡി അല്ല എന്നാണല്ലോ. ഓക്കെ, ഇവരാണെങ്കിൽ പാലന്റിയർ എന്ന് പറയുന്നൊരു വലിയ കമ്പനി ഉണ്ട്. അവർ ഇതുപോലെ ഡ്രോൺസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അവരുടെ ഒരു വലിയൊരു ആഡൊക്കെ ഇറക്കിയായിരുന്നു. ലൈക്ക് ഒരു ചെറിയൊരു ഇത്രയുള്ളൊരു ഡ്രോൺ. ആ ഡ്രോണിന് ഒന്നും വേണ്ട, അത് ഒരുത്തരാണെങ്കിൽ ഏതെങ്കിലും മുകളിലിരുന്ന് കൺട്രോൾ ചെയ്യാം. ഒരാളുടെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തേടി പിടിച്ച് ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോയിട്ട് നേരെ ഇവിടെ വന്നിട്ട് പൊട്ടിത്തെറിച്ച് ആളെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഒന്നും വേണ്ട, സ്നൈപ്പർ വേണ്ട, ഒന്നും വേണ്ട, ഈ ഡ്രോണിനെ പറഞ്ഞിട്ടാൽ മതി. അതിപ്പോൾ വേണമെങ്കിൽ അവർക്ക് യൂസിൽ ഉപയോഗിക്കാതെ. ഇപ്പോൾ AI അതിനോട് സഹായിച്ചു കഴിഞ്ഞാൽ 100% അത് എത്ര എഫക്റ്റീവ് ആവില്ല എന്നാണ് ഈ AI ഉണ്ടാക്കിയവർ പറഞ്ഞത്. ഈ പ്രൈവസി കൺസേൺ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴൊന്നും പ്രൈവറ്റ് ഒന്നും അല്ല. ഇതിപ്പോൾ നമ്മൾ ഇന്നാൾ നോക്കിയപ്പോഴത്തേക്കും ക്യാമറ എല്ലാവരുടെയും ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ പ്രൈവസി ഓൾറെഡി പോയി. ബട്ട് ബേസിക്കലി അവരെ പക്ഷേ ഓപ്പൺ ആയിട്ട് സമ്മതിച്ചിട്ടില്ലല്ലോ. അവരിപ്പോൾ പറയുന്നത് പ്രൈവസി ഉണ്ടെന്നൊക്കെ അവർ പറയുന്നത്, ബട്ട് ഇല്ല എന്നുള്ളവർ എല്ലാവർക്കും അറിയാം അത് ഇല്ലാന്ന്. പക്ഷേ ഇതിപ്പോൾ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. സിറ്റുവേഷൻ മനുഷ്യർ ചെയ്യുന്നതിന് പകരം AI ചെയ്യുന്നു. AI ആൾക്കാരുടെ കൊല്ലാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ പോലീസായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കൺട്രോളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ
ഇത് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോന്നിനും ഓരോ ലോ ഇല്ലേ, അതായത് ഇപ്പോൾ ഒരു മോഷണമാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ചിലപ്പോൾ വെടിവെക്കാനായി എഐക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇന്ന ലോ പ്രകാരം അവരെ അതിനെ വെടിവെക്കണമെന്നായിരിക്കില്ലല്ലോ. ബട്ട് അത് AI നമ്മൾ തീരുമാനിക്കുന്നത്, മനുഷ്യനല്ലാണ്ട് തീരുമാനിക്കുന്നത് AI തീരുമാനിക്കുന്നത്. എഐക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുക്കല്ലേ ഇന്ന ലോയ്ക്ക്. അത് നീ AI വിശ്വസിക്കുന്നുണ്ടോ? AI കാൽക്കുലേറ്ററിൽ ഇത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മനുഷ്യനെ എനിക്ക് വിശ്വാസം കംപ്ലീറ്റ്ലി. അപ്പൊ AI വിശ്വസിക്കുന്നുണ്ടോ? എഐയിൽ വിശ്വാസമില്ല, അങ്ങനല്ല. നിന്റെ ജീവൻ നീ കംപ്ലീറ്റ് ആയിട്ട് AI കൊടുക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു മെഷീൻ, അതായത് AI എന്ന് പറയുമ്പോൾ മെഷീൻ, അതിന് മനുഷ്യന്റെ ഒരു ഇതില്ല അവിടെ, എമോഷൻ ഇല്ല അവിടെ. ഒരു പോലീസുകാരനും മനുഷ്യനായിട്ടുള്ള ഒരു പോലീസുകാരെന്ന് പറയുമ്പോൾ അവന് വേണം ഈഗോ വെച്ചിട്ട് വെടിവെച്ച്. പക്ഷേ മനുഷ്യനായ സിറ്റുവേഷൻ അസസ് ചെയ്യാൻ പറ്റും. ആൾ ഡേഞ്ചറസ് ആണോ, അടുത്ത ആൾക്കാരുണ്ടോ, അയാൾ വെടിവെക്കുന്നുണ്ട്, വേറെ ആൾക്കാർ എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ പല പല ഇതും ചെയ്യാൻ പറ്റും. പല റേസിസത്തിന്റെ ഒക്കെ പേരിൽ വെടിവെച്ച് വീഴ്ത്താറുണ്ട് ആൾക്കാർ, പോലീസുകാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈഗോ കയറി വെടിവെച്ച് വീഴ്ത്താൻ പറ്റും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ലോ. അത് ചെയ്യുമോ? AI അത്രയും പോലും ബുദ്ധിയില്ല. AI ആണെങ്കിൽ അതിന് റെഡി അല്ലെന്ന് അവർ പറയുന്നത്. AI ആണെങ്കിൽ ഇപ്പൊ നീ ആണെന്ന് വിചാരിച്ചു വേണമെങ്കിൽ അവനെ പോയി കൊല്ല AI, കാരണം കപ്പാസിറ്റി ഉള്ള AI. ഇപ്പൊ റെഡിയല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ്. ചെയ്തു ഇപ്പൊ ഇന്നതിന് ഇന്നതാണ്, ഇന്നാളെ ഇങ്ങനെ പിടിക്കണം എന്ന് പ്രോഗ്രാം ചെയ്ത് കൊടുത്ത. ബട്ട് നീ ആണെന്ന് അയാളാണെന്ന് പുള്ളിക്ക് അറിയില്ലല്ലോ. അതിനുള്ള സെറ്റപ്പ് ആയിട്ടില്ലെന്നാ പറയുന്നത്. അത്ര ഡെവലപ്ഡ് ആയിട്ടില്ല ഒരേ AI. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടില്ല, അതുകൊണ്ടല്ല അവർ സമ്മതിക്കാത്തത്. അവർക്കറിയാലോ അവരുണ്ടാക്കിയത്. ഇത് പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉപയോഗിക്കുന്ന റിസർച്ചും സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് പലതിനും അതായത് ഞാൻ ChatGPT മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ എനിക്കറിയില്ല ട്രസ്റ്റബിൾ ആയിട്ട് വേറെ ഏത് AI ഉപയോഗിക്കാൻ പറ്റുക. കുറെ പേര് പറയുന്നു നമ്മുടെ ചൈനയുടെ പറഞ്ഞിട്ടുള്ള എന്താ ഡീപ് സീക്ക് ഭയങ്കര ഇതാന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എനിക്ക് തോന്നുന്ന ഗൂഗിളിന്റെ ഒരു AI ഇൻഫോ അങ്ങനെ AI മോഡ് എന്നൊരു സാധനം ഉണ്ട്. അതിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ChatGPT-ലൊക്കെ ആണെങ്കിൽ ഇത്തിരി വേരിഫൈഡ് ആയിട്ടുള്ള ഇതിൽ വരത്തുള്ളൂ. ഇതിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ റെഡിറ്റ് ഒക്കെ ഇല്ലേ, അതിനകത്ത് നിന്നൊക്കെ ആൻസർ വരും. അതിനകത്ത് പക്ഷേ റോ ആയിട്ട് ആൾക്കാർ ടൈപ്പ് ചെയ്തിട്ടേക്കുന്നൊക്കെയാണ്. അതിന് റെഫർ ചെയ്ത് ആൻസർ വരുന്നുണ്ട്. ഇച്ചിലൂടെ റോയാ ഈ AI ഇൻഫോ എന്ന് പറയുന്ന ആ സെറ്റപ്പ്, AI മോഡ് ഗൂഗിളിന്റെ. ബാക്കി ജെമിനൈ ആണെങ്കിലും ChatGPT ആണെങ്കിലും വെരിഫൈഡ് എന്ന് മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ലൈക്ക് ആൾക്കാർക്ക് എത്ര കൺസേൺഡ് ആണ് ഈ ഒരു പ്രൈവസി സംഭവം? എത്ര പേര് ആക്ച്വലി ഈ ഒരു പ്രശ്നം കാരണം ChatGPT വിട്ടുപോകാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി മലയാളികളുടെ സംഭവം? അതോ ആൾക്കാർ പറയും ഓക്കെ ആണ്, ആസ് ലോങ് ആസ് നമുക്ക് ഡേറ്റ് തരാം? ഓൾറെഡി 300% അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മറ്റേതിന്റെ പോപ്പുലാരിറ്റി കൂടി നമ്പർ 1 എത്തിക്കൊണ്ടിരിക്കുക. അവരുടെ ലൈക്ക് ChatGPT ബേസിക്കലി മൊത്തത്തിൽ അല്ല അത് പറഞ്ഞാൽ അത്ര റോങ് ആയിട്ട് അത് പറഞ്ഞാൽ നമ്മൾ ആരും എന്തെങ്കിലും സെർച്ച് ചെയ്തു. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ മില്യൺസ് ഓഫ് പീപ്പിൾ ഒരാളാണ്. എടാ നമ്മൾ സെർച്ച് ചെയ്യുന്നതിന്റെ അല്ല, നിന്റെ ലൊക്കേഷൻ അവർക്ക് കിട്ടും, നീ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നത്, നീ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അറിയാൻ പറ്റും, എല്ലാവർക്കും അറിയാൻ പറ്റും. അല്ല അതുവഴി എന്തായാലും എന്റെ അതായത് ഇപ്പൊ എന്റെ ലൊക്കേഷനൊക്കെ എപ്പോഴും എല്ലാവരുടെ ലൊക്കേഷനൊക്കെ നീ ഏത് പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. എനിക്കും കുറെ കൺസേൺ ഉണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാം ത്രൂ ആണല്ലോ അതറിയാം. ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം പോകുന്ന അങ്ങനെയാണല്ലോ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സാധനം മാത്രം നമ്മളെ കാണില്ല. അതിപ്പോ നമുക്ക് മിക്സ് ആയിട്ട് വരും. ചില സമയത്ത് ഒരു ഇതിന്റെ കൂടുതൽ വരും, ചില സമയത്ത് വേറെ ഇതിന്റെ കൂടുതൽ വരും. നീ എന്തിനാ കാണുന്നു എന്നുള്ളത് അപ്പൊ തന്നെ മനസ്സിലാവില്ല നിനക്ക് കൂടുതൽ അങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അതുകൊണ്ട് കാണിക്കുള്ളൂ. അൽഗോരിതം അനുസരിച്ച് ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മളെ പിടിച്ചു. ബട്ട് അതാണ് പറഞ്ഞത്, അതാണ് ഇപ്പൊ ഓൾറെഡി അതുണ്ട്. പക്ഷെ അതല്ല ഇപ്പൊ കമ്പയർ ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കാനൊരു സെറ്റപ്പ് ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാകാത്തത്. ഈ AI എന്ന് പറയുന്നത് പുതിയ സംഭവമാണ്, ഇത്രയും കാലം ഉണ്ടായിരുന്നു. ബട്ട് ഇനിയും തൊട്ട് അത് കമ്പയർ ചെയ്ത് ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ ഇതിന്റെയൊക്കെ യൂസ് വരുന്നത് ഇവിടെ തന്നെയാണ്. സോ അപ്പൊ അവർ അങ്ങോട്ടേക്കാണ് എത്താൻ വേണ്ടി നോക്കുന്നത്. ഇതിന് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫ്യൂച്ചറിൽ എന്തായാലും അത് ഇത് വന്നേ പറ്റുള്ളൂ. പക്ഷെ ഇത് വരും. അതിനെവിടെയെങ്കിലും ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഈ കാര്യങ്ങളിൽ നടക്കുന്നത്. പിന്നെ ChatGPT-യുടെ പുറകിൽ നമ്മൾ വിചാരിക്കാതെ അത്രയും ഒത്തിരി ദുരൂഹതകൾ ബാക്കിൽ ഇങ്ങനെ കിടക്കും. ChatGPT എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ. ട്രസ്റ്റബിൾ ആണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല ChatGPT ട്രസ്റ്റബിൾ ആണ്. പക്ഷേ അതാണ് പ്രശ്നം, ഒന്നും ട്രസ്റ്റബിൾ അല്ല. അപ്പോൾ എന്താണ് ഒരു ഓപ്ഷൻ? നമുക്കാണെങ്കിലും ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ AI എന്ന് പറഞ്ഞ ഒരു സാധനം അതിൻ്റെ ഒരു ആവശ്യകത വളരെ കൂടി വന്നുകൊണ്ടിരിക്കുക. സോ അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഇത് ഇത്രയും ട്രസ്റ്റബിൾ അല്ലാന്നും കൂടെ കാണുമ്പോഴത്തേക്കും എനിക്കറിയില്ല. നിങ്ങൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് വേറെ ഉപയോഗിക്കുമോ, അതോ ഇതിന് ഉപയോഗിക്കും? ഏതാ ChatGPT ഉപയോഗിക്കാതെ വേറെ ഇപ്പോൾ കറന്റ് ChatGPT തന്നെ ഉപയോഗിക്കുന്നത്. എനിക്കറിയില്ല വേറെ ഏത്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ അല്ല, നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ChatGPT ഉപയോഗിക്കുമ്പോൾ ബേസിക്കലി ഇതിനെ സപ്പോർട്ട് ചെയ്യും. പ്രൈവസി കൺസേൺ എല്ലാവർക്കും ഉണ്ട്. പ്രൈവസി കൺസേൺ വെച്ച് നോക്കാനാണെങ്കിൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ എനിക്ക് ഇതിന് പകരം വേറെ എന്ത് ചെയ്യാം? വേറെ ഉണ്ടല്ലോ, വേറെ AI ഒക്കെ ഉണ്ടല്ലോ, ക്ലൗഡ് ഉണ്ട്, മറ്റേ ഇതിന്റെ. അതറിയാം, ഇത് AI ഒന്നും ട്രസ്റ്റബിൾ അല്ല. എടാ മറ്റേ അവര് പറ്റില്ലെന്ന് പറഞ്ഞു, ഓൾറെഡി നോ പറഞ്ഞു ഗവൺമെന്റിനോട്. ഈ പക്ഷേ ഓപ്പൺ വേറെ AI വന്നുള്ള പ്രശ്നം അത് തന്നെ. ഇവര് കൊടുക്കുന്ന സർവീസ് കൊടുക്കണം. ഉണ്ടല്ലോ, ക്ലൗഡിന് ഓൾറെഡി തന്നെ. ക്ലൗഡൊക്കെ ഓപ്പൺ AI ഇറങ്ങിയ സമയത്ത് ആകെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്ന ChatGPT എന്ന് പറഞ്ഞ ഒരു സാധനം. കാരണം അത് വളരെയധികം ChatGPT എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ചുമ്മാ ഒരു AI എന്നും പറയില്ല ആൾക്കാർ. ChatGPT ഈ ക്ലൗഡിന്റെ AI സിസ്റ്റം ഉപയോഗിച്ചാണ് ഇറാനിലും വെനസ്വേലൊക്കെ പോയി അടിയിട്ട്. ലൈക്ക് US മിലിറ്ററി ഉപയോഗിക്കുന്ന ബേസിക്കലി ഇതാ. ഗ്രോക്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഗ്രോക്കൊന്നും ഞാൻ ഉപയോഗിക്കില്ല.
ഗ്രോക്ക് യൂസ് ചെയ്യാറില്ല. ബട്ട് ദെൻ ഈ ഒരു സൈന് ഈ ഒരു ഡീല് ChatGPT മാത്രമല്ല ഓൾറെഡി. സോ ഗ്രോക്കും സംഭവമൊക്കെ ഓൾറെഡി അവർ കുഴപ്പമില്ലാതെ സൈനിട്ട് പോയി. പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഈ ആൻഡ്രോപ്പിക്ക് ഡ്രോബാക്ക് ചെയ്തപ്പോഴത്തേന് ആൾക്കാരുടെ അറ്റൻഷൻ അതിലേക്ക് വന്നു. അവരത് മാർക്കറ്റിംഗ് ചെയ്തു, ഞങ്ങളിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴാണ് ChatGPT സൈൻ ഇടാൻ വന്നത്. അപ്പോഴത്തേന് എല്ലാവരുടെ അറ്റൻഷൻ ChatGPT വന്നു. ChatGPTക്ക് പറയാൻ പറ്റില്ല, ഞാൻ മാത്രമല്ല കേസ് ഇവരും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ChatGPT അപ്പോൾ ഒരു എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്തു. ഞങ്ങൾ എന്താ പറയുന്നത് മാസ് സർവൈലൻസിന് നിങ്ങൾക്ക് സമ്മതിക്കില്ല, അങ്ങനെ ഒരു ക്ലോസ് ആഡ് ചെയ്തു. പിന്നെ വേറെ എന്തൊരു ക്ലോസും കൂടി ഒരു രണ്ടാമതൊരു ക്ലോസും കൂടി ആഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെപ്പൺസ് ഓഫ് ഇതിന് ഞങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ എഗ്രി ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. ബട്ട് സ്റ്റിൽ അവർ യൂസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. മറ്റവരോട് ഞങ്ങൾ ഫുള്ളി യൂസ് ചെയ്യാൻ തരത്തില്ല, അല്ലെങ്കിൽ ആ സംഭവം ഞങ്ങൾക്ക് ഇത് സംഭവമല്ല എന്ന് പറഞ്ഞു. അപ്പം അതാണ് അതിൻ്റെ ഒരു സംഭവം വന്നത്. ഈ പ്രൈവസിയുടെ സംഭവം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈവസിയിൽ ആൾക്കാർ കൺസേൺ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാട്സപ്പും നമ്മുടെ സിഗ്നലും ആ ഒരു സമയത്ത് ഒരു ഇതൊന്നും ആയിരുന്നില്ല. വാട്സപ്പിൽ എൻഡ് ടു എൻക്രിപ്ഷൻ ഇല്ല, സിഗ്നൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഉണ്ട്. വാട്സപ്പിൽ ഇപ്പോഴും നിലവിൽ മെസ്സേജസ് ഞാൻ ബെൻസ്ബൈക്ക് എന്തെങ്കിലും അയച്ചാൽ അത് ആർക്കും വായിക്കാൻ പറ്റത്തില്ല, അവർക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദെൻ അവർക്ക് സ്റ്റിൽ ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്ത് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ബെൻസ്ബൈ എത്ര ഓഫൺ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ബെൻസ്ബൈ എനിക്ക് ഏത് ലൊക്കേഷനിൽ നിന്നാണ് മെസ്സേജ് അയക്കാറ്, ബെൻസ്ബൈ എത്ര ഓഫൺ ആണ് ഇതിൽ ആക്റ്റീവ്, അവസാനം എവിടെ നിന്നായിരുന്നു ആക്റ്റീവ്, ആ സംഭവങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അത് മെറ്റാഡേറ്റ. ഈവൻ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഇത് സംസാരിച്ചായിരുന്നു. അന്നേരം നമ്മൾ തന്നെയാന്ന് തോന്നുന്നു, നമ്മൾ നോക്കിയപ്പോൾ എവിടെയോ കണ്ടു ഒരാൾ പറയുന്നത് ഒരു 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 എക്സ് ആർമി മാൻ എന്താണെന്ന് തോന്നുന്നു, പുള്ളി റിസർച്ച് ചെയ്തിട്ട് പറയുന്നത് ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനൊക്കെ ചുമ്മാ ഫേക്കാണ്, ജസ്റ്റ് പറയുന്നതിൽ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ വന്ന് ഇതുപോലെ എക്സ്പോസ് ചെയ്തതാണ് കുറച്ചാൾ മുന്നേ. എനിക്കൊന്നും നമ്മൾ തന്നെ സംസാരിച്ചാന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതും ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സത്യം നമ്മളത് എന്തെങ്കിലും ഒരു സംസാരിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഡ്രസ്സിനെ പറ്റി അല്ലെങ്കിൽ കാറിനെ പറ്റി സംസാരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആഡ് അടുത്തത് വരും. അപ്പോൾ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെങ്കിൽ പിന്നെ അവരെങ്ങനെ അറിയുന്നത് നമ്മൾ എന്തിനെ പറ്റി സംസാരിച്ചെന്നുള്ളത്? വാട്സപ്പിൽ സംസാരിക്കുമ്പോഴൊക്കെ നീ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല, ഇല്ലെന്നാ തോന്നുന്നത്. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല, ഇല്ലായിരിക്കണം. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. കാര്യം വാട്സപ്പിൽ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എനിക്ക് തോന്നുന്നത് അതിൻ്റെ സംഭവം ഇതുവരായിട്ട് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ ഇതുവരായിട്ടും കണ്ടല്ലോ എൻഡ് ടു എൻക്രിപ്ഷനിൽ മെസ്സേജ് വന്നില്ല. ബട്ട് കുറേ സംഭവങ്ങൾ അവർക്ക് സ്റ്റിൽ ഷെയർ ചെയ്യാൻ പറ്റും ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ബട്ട് ദെൻ നമ്മളിപ്പോൾ പോട്ടെ വാട്സാപ്പിൽ ഇല്ലാന്ന് വിചാരിക്കും, നമ്മൾ ജനറലി സംസാരിക്കുമ്പോൾ പോലും ഇത് എല്ലാം കേൾക്കുന്നത് സെയിം അല്ലേ, എല്ലാം മെറ്റ തന്നെ അല്ലേ എല്ലാത്തിൻ്റെ. അത് ഗൂഗിളും സംഭവങ്ങൾക്കും സ്റ്റിൽ നമ്മുടെ സംഭവം ഷെയർ ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ നമ്മുടെ ഫ്രീ ആയിട്ട് പ്ലാറ്റ്ഫോം തരുന്നതിൻ്റെ ഐഡിയ അതാണല്ലോ. നമ്മളെ കുറിച്ച് അറിഞ്ഞിട്ട് അതനുസരിച്ച് കമ്പനികൾക്ക് വിറ്റിട്ട് അതനുസരിച്ചുള്ള ആഡുകൾ നമ്മളെ കാണിച്ച് നമ്മളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കില്ലേ, നമുക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഇതിൻ്റെ പ്രൈവസി ആൾക്കാർ പറയാനുള്ള ഒന്നത്. രണ്ടാം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഐഡിയാസ് വിശ്വസിക്കുന്ന ആൾക്കാരെ സെയിം ഐഡിയാസ് ഇപ്പം നമുക്ക് ഇപ്പം അറിയാൻ പറ്റും. ഓരോരുത്തരുടെ മോഡലും സംഗീത ടോപ്പ് ജി ഫാനാണ്. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ കോണ്ടന്റ് ഈ കോണ്ടന്റ് അങ്ങനെ പറഞ്ഞ് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് ഓരോ ബബിളിൽ ആൾക്കാർ എടുത്താൻ പറ്റും. അപ്പോൾ അതൊരു ഒരു ഇതിൻ്റെ നെഗറ്റീവ് പറയുന്നതാണ്. ലൈക്ക് എത്ര അതുകൊണ്ടാണ് ഈ ആൾക്കാർ പ്രൈവസിയിൽ ഇത്രയും കാര്യം എന്നെക്കുറിച്ച് എത്ര ഗവൺമെൻറ് ഡേറ്റ അറിയാൻ പറ്റും, അതനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ചില ഷൂട്ടേഴ്സും സംഭവങ്ങളൊക്കെ ഗവൺമെൻറ് ഈവൻ CIA-ക്കൊക്കെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറയുമല്ലോ, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന് എത്ര ഒരാളെ കുറിച്ച് ഡേറ്റ അറിയാൻ പറ്റും അത്ര നമുക്ക് മനസ്സിലാൻ പറ്റും അവന് ഈ സമയത്ത് എവിടെ ഉണ്ടാവും. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട രീതിയിൽ ഈ മജീഷ്യൻസ് ചെയ്യുന്ന പോലെ സംഭവങ്ങൾ. അപ്പോൾ എത്ര ഡേറ്റ കിട്ടും അപ്പോൾ അത്രയും അത് ഒരു നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ലാസ്റ്റ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോണമിയും സംഭവങ്ങളും ലൈക്ക് ഈ ആൾക്കാരുടെ ഫീലിംഗ് ഓഫ് ഫ്രീഡം. ലൈക്ക് ഇപ്പോൾ എൻ്റെ മേലിലൊരു ക്യാമറ ഉണ്ടെന്നുള്ള ഫീലിംഗ് ആൾക്കാർക്ക് വരുമ്പോഴത്തേനും ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പറയുന്ന സംഭവം നമ്മൾ ഫിൽട്ടർ ചെയ്യും. ഒരു മൂവി ഉണ്ടല്ലോ മറ്റേ ലെയിൻമാൻസ്, ഞാൻ മറന്നുപോയി, മറ്റേ ഒരു ഫേമസ് ആക്ടറിൻ്റെ ഒരു മൂവി ഞാൻ മറന്നുപോയി. പക്ഷെ ബേസിക്കലി പുള്ളി ഒരു ലോകത്തെ ജീവിക്കുന്നത്, പുള്ളിക്ക് അറിയാം, പുള്ളിക്ക് ഫീൽ ചെയ്യും എന്തൊക്കെ സംഭവങ്ങൾ സ്റ്റേജിലാണല്ലോ ഒന്ന്. അപ്പോൾ പുള്ളി ലൈഫ് ജീവിക്കുമ്പോഴത്തേനും പുള്ളിക്ക് എല്ലാവരും ഒരു ആക്ടേഴ്സായിട്ട് തോന്നും. മൂവി അവസാനിക്കുമ്പോൾ അങ്ങനെ തീരുന്നത്. പുള്ളിക്ക് മനസ്സിലാവും ഈ ലോകത്ത് പുള്ളി മാത്രമാണ് മെയിൻ ക്യാരക്ടർ, ബാക്കി എല്ലാവരും റിയാലിറ്റി ഷോ ആയിരുന്നുള്ളത്. അല്ല നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ എപ്പോഴും തോന്നാറില്ല, മേ ബി നമ്മൾ മാത്രമാണെങ്കിൽ ഇവന്മാരെല്ലാം ഏലിയൻസ് ആണല്ലോ റോബോട്ടാണല്ലോ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ആ മൂവി വന്നിട്ട് മൂവി അവസാനം ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ അവർ ഫ്രീ ആണെന്നുള്ള സംഭവം തോന്നില്ല ഇങ്ങനെ ക്യാമറ ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെയാണ് ഈ ബേസിക്കലി ഇതിൻ്റെ വരുന്നത്. ഈ ഒരു പ്രൈവസി വേണമെന്ന് ആൾക്കാർ പറയാനുള്ള സംഭവം. മെയിൻ പ്രശ്നം നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം പെർമിഷൻ കൊടുക്കുന്നത്. ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാത്തിനും പിടിച്ച് ഓക്കെ ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഫോണാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ആൻഡ്രോയിഡ് അൺലോക്ക് ചെയ്ത ഗൂഗിൾ ചെയ്ത ഫോണുകളുണ്ട്, യൂസ് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല. അത് ഭയങ്കരമായിട്ടും ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എനിക്ക് മെസ്സേജ് വന്നു ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, ഞാൻ മാപ്പ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും എനിക്ക് തൻ്റെ ലൊക്കേഷൻ റെഡിയാക്കി വെക്കും ഗൂഗിൾ. ഭയങ്കര ഈസിയാണ്.
മറ്റേതിൽ നേരെ എല്ലാം മാനുവലി ചെയ്തു എല്ലാ ആപ്പുകളും അത്ര സെറ്റും ആയിരിക്കത്തില്ല. ബട്ട് ദെൻ പ്രൈവസി ആ ഒരു സംഭവം കൺവീനിയൻസും ഇതിൽ നമ്മൾ ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം. അതാണ് ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കണേ മറ്റേ കീപാടുള്ള ഫോൺ ഉപയോഗിക്കണം. നോക്കിയ അത് ഏറ്റവും സേഫ്. അത് സേഫസ്റ്റ് ഫോൺ. അതാ എറിഞ്ഞും കൊല്ല ആൾക്കാരെ. പിന്നെ ചാർജ് ഒതുക്കാൻ തീരത്തുമില്ല, ഇരുന്നോളും. മൈക്രോഫോണും നല്ല ഉണ്ട്. സോ ഫ്രണ്ട്സ് എല്ലാവരും പ്രൈവസി സംഭവങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ChatGPT ഉപയോഗിക്കരുത്. വേണ്ടാത്ത ലിങ്കുകളിലൊക്കെ ബെൻസ്മാനെ പോലെ ഞെക്കായിരിക്കുക. ടെലിഗ്രാമിൽ ആർക്കും സിൻ നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, എല്ലാവരും സുഖമായിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക ആൻഡ് എൻജോയ്. ബൈ. ബൈ.